3310 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടീനെ അറിയാനും നമ്മൾക്ക് ഫോൺ വിളിക്കാനും ഒരേപോലെ സാധനം. 2007 മറ്റാണ് ആപ്പിൾ ലോഞ്ച് ചെയ്യണത്. അതെ അതെ അതെ. അപ്പോൾ ആ ഒരു ആപ്പിൾ വെരി ഇന്നോവേറ്റീവായിട്ട് എനിക്ക് ഇന്നോവേറ്റീവായിട്ട് പുറത്തു വന്നത് അവർ ആ ടച്ച് സ്ക്രീൻ ടെക്നോളജി ആയിരുന്നു. അതെ അതെ. നോക്കി അതിലേക്ക് എത്താൻ വൈകിപ്പോയി. ഇറ്റ് വാസ് ഇമ്മെൻസ്. അവരുടെ വിഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. എൻ്റെ അച്ഛനെ പറ്റിച്ച് വാങ്ങിയൊരു ഫോണായിരുന്നു. വെളുത്ത സ്ക്രീനും പച്ച സ്ക്രീനും മറ്റേ സ്നേക്കിന്റെ ഇതും ഗെയിമും ഒക്കെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ. വിഷൻ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? നമുക്കത് ഇതിന്ന് തന്നെ ആ സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ ഒരു വിഷൻ റൈറ്റ് ആയിരുന്നു എന്നുള്ളത്. രണ്ട് ടെക്നിക്കൽ ടീംസ് 2 ടൈപ്പ് OSകൾ ഉണ്ടാക്കി. മൈക്രോസോഫ്റ്റിനോട് അവർ കൊളാബറേറ്റ് ചെയ്ത് 2014 അതിലൂടെ തീർന്നു. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഫെയിലിയർ ഇൻ എവറി ലെവൽ. ശ്യാമേ, ഹായ് ലിജിൻ, എന്താ വിശേഷം? നമ്മൾ ഓൺട്രപ്രണർ സീരീസ് എന്ന നമ്മുടെ ഈ പുതിയ സീരീസിൻ്റെ കഥകൾ പറഞ്ഞ് നമ്മൾ രസിച്ചിരിക്കുകയാണ്. അതെ, അടുത്തൊരു എപ്പിസോഡാണിത്. കോളേജ് എന്ന് പറയുമ്പോൾ ശ്യാമിൻ്റെ ഏറ്റവും വലിയ നൊസ്റ്റാൾജി എന്താ? കോളേജ് നമ്മളൊരു അടിച്ചുപൊളി സമയമാണല്ലോ. ഒരു 2004, 2008 സമയങ്ങളിലൊക്കെയാണ് നമ്മൾ കോളേജ് കടന്നു പോയത്. തീർച്ചയായിട്ടും ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അതൊക്കെയായിരുന്നു അതേ കൂട്ടിയുള്ള ഒരു ഫൺ. അതൊക്കെയായിരുന്നു ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. നമ്മുടെ ജനറേഷന് നമ്മുടെ സൗഹൃദത്തിനോടും കോളേജിനോടും എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ. സത്യം അല്ലേ? നമ്മുടെ മൊബൈൽ ഫോണുകൾ ക്യാമ്പസുകളിൽ വന്നു തുടങ്ങിയ സമയത്താണ് നമ്മൾ കോളേജുകളിൽ കയറുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാരി പുണർന്ന ഒരു മൊബൈൽ ഫോൺ കമ്പനിയാണ് നോക്കിയ. അതെ, പിന്നെ ആർക്കും അതിന് വേറൊരു വാക്കില്ലായിരുന്നു. നോക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്. ആ ഒരു പേര് നൊസ്റ്റാൾജിക്കാ. അതെ അതെ, ഉറപ്പായിട്ടും. 3310 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടീനെ അറിയാനും നമ്മൾക്ക് ഫോൺ വിളിക്കാനും ഒരേപോലെ സാധനം. ബ്രിക്ക് ഫോൺ. അതെ അതെ അതെ. നോക്കിയ 3310 അത് കഴിഞ്ഞിട്ടുള്ള സീരീസ് ഞാൻ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനന്ന് എൻ്റെ അച്ഛനെ പറ്റിച്ച് വാങ്ങിയൊരു ഫോണായിരുന്നു. പഠിക്കുന്ന കാലത്ത് കാലമൊക്കെ മാറി, അച്ഛനൊരു ഫോൺ വേണം, എന്തുകൊണ്ട് അച്ഛന് ഫോൺ വാങ്ങിക്കൂടാന്ന് പറഞ്ഞ അച്ഛനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് അച്ഛന് വേണ്ടി ഫോൺ വാങ്ങിയിട്ട് പിന്നെ ഞാനത് തട്ടിയെടുത്ത ആളാണ്. പിന്നെ അതൊരു ലൈഫ് ചേഞ്ചിങ് ആണ്. അന്ന് മൊബൈല് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതല്ല. അതെ അതെ അതെ, സത്യം. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പറയാൻ പറ്റും. ഇപ്പോഴത്തെ ന്യൂജെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തുണ്ടാവില്ല. അത്ര വെളുത്ത സ്ക്രീനും പച്ച സ്ക്രീനും മറ്റേ സ്നേക്കിന്റെ ഇതും ഗെയിമും ഒക്കെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷേ എന്നെങ്കിൽ പോലും നമ്മൾ സംസാരിക്കാൻ പോകുന്നതും നോക്കിയനെ കുറിച്ചാണ്. നോക്കിയ ആ രീതിയിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും പക്ഷേ നോക്കിയുടെ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സാഡ് സ്റ്റോറിയാണ് ഇമോഷണലി പറയുമ്പോൾ. പക്ഷേ ആസ് എ ബിസിനസ് നമ്മൾ പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഫെയിലിയർ ഇൻ എവറി ലെവൽ എന്ന് പറയാനാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യപ്പെടുന്നതും ഒരു ബിസിനസ് ഫെയിലിയർ എന്ന രീതിയിൽ സ്റ്റഡി ചെയ്യപ്പെടുന്ന മാനേജ്മെൻറ്റ് ഡിഗ്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന കേസ് സ്റ്റഡികളിൽ ഒന്നാണ് നോക്കിയ. അപ്പം വി ഹാപ്പൻ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തു. വെരി ഇൻട്രസ്റ്റിംഗ് പേപ്പേഴ്സാണ് നോക്കിയതിനെ കുറിച്ച്. നമ്മൾ ഓരോരുത്തർ ഒത്തിരി ബിസിനസ് ജേർണൽസിൽ വന്നിട്ടുണ്ട്. നോക്കിയ എന്തുകൊണ്ട് ഫെയിൽ ആയി, ബുക്സ് ഉണ്ട് നോക്കിയ വൈ ഡിഡ് ഇറ്റ് ഫെയിൽ എന്നുള്ളതിനെക്കുറിച്ച്. അതെല്ലാം ഗോ ത്രൂ ചെയ്തപ്പം നമുക്ക് തോന്നി അതൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇതാണെന്നുള്ളത്. നമ്മൾ റീസെൻ്റ്ലി കടന്നുപോയ എല്ലാ സ്റ്റഡി ബിസിനസ് ആ ഒരു ബ്രാൻഡുകളും അതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി നോക്കിയുടെ ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മളതൊരു ക്യൂരിയസ് ആയിരുന്നു വളരെ. അതെല്ലാ ലെവൽസിലും ഇപ്പം മാർക്കറ്റിംഗ്, ഒരു ബിസിനസിൻ്റെ ഏത് പാർട്സ് എടുത്താലും, ഇപ്പം മാർക്കറ്റിംഗ് ആണെങ്കിലും മാനേജ്മെൻറ്റ് ആണെങ്കിലും പീപ്പിൾ മാനേജ്മെൻറ്റ് ആണെങ്കിലും, ലുക്ക് എവറി ലെവൽസ് ഇറ്റ് ഫെയിൽഡ് ഇൻ ഓൾ ദോസ് ലെവൽസ്. അഡാപ്റ്റേഷൻ ഓഫ് ടെക്നോളജി ആണെങ്കിലും ഇന്നോവേഷൻ. So let's talk about it. അതെ, നമുക്കൊരു തുടക്കത്തിനെ പറ്റി പറയാം അല്ലേ? അതെ അതെ, വെരി വെരി ഹംബിൾ സ്റ്റാർട്ട് ആണ് നോക്കിയുടെ. ഇപ്പോൾ നമ്മൾ സാംസങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ലോകത്തുള്ള എല്ലാ മിക്ക കമ്പനീസും സ്റ്റാർട്ട് ചെയ്തതല്ല എൻഡപ്പ് ചെയ്തതെന്ന് പറഞ്ഞ പോലെയാണ് നോക്കിയ സ്റ്റാർട്ട് ചെയ്തത് 1860s ഫിൻലൻഡിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്തൊരു പേപ്പർ മില്ലായിട്ടാണ്. ഒരു എഞ്ചിനീയറാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പേപ്പർ മില്ലായിട്ട്, ഫിനിഷ് പേപ്പർ മിൽസ് എന്ന് പറഞ്ഞ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തപ്പം അത് പല ഇതിലേക്കും അവർ സ്പ്രെഡ് ചെയ്തു. 80s തന്നെ അവരൊരു റബ്ബർ കമ്പനി ഇവർ തന്നെ ഫിനിഷ് റബ്ബർ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഇതിനോട് കൊളാബറേറ്റ് ചെയ്ത് അവരത് ചെയ്തു. പിന്നെ ഫോറസ്ട്രിയുടെ കുറച്ച് പരിപാടി ഇതുണ്ട്, അത് ഇതിലേക്ക് അവർ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ പല ഇതിലേക്ക് ഫിനിഷ് പ്ലസ് കമ്പനീസ് എന്നുള്ള രീതിയിലാണ് അത് വന്നത്. അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വന്ന ഏർലി 90s നോക്കിയ
എന്ന ആ ഒരു കോർപ്പറേഷൻ എന്നുള്ള ആ ബ്രാൻഡ് ക്രിയേറ്റഡ്. അത് ഇതിൻ്റെ രണ്ടാമത്തെ കമ്പനി തുടങ്ങിയത് എവിടെയാണ് എന്നുള്ള ഇത് അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. എനിവേ, അങ്ങനെയാണ് നോക്കിയ കോർപ്പറേഷൻ്റെ തുടക്കം. പക്ഷേ ആ നോക്കിയയുടെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയ ഒരു മൾട്ടി ഫാക്ടോറിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടി പ്രൊഡക്റ്റഡ് ആയിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല, ഒത്തിരി അവർക്ക് റബ്ബർ ഉണ്ടായിരുന്നു, പേപ്പർ ഉണ്ടായിരുന്നു, മറ്റേ ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഈ നോക്കിയ കോർപ്പറേഷൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഫൗണ്ടേഴ്സിന് മനസ്സിലായായിരുന്നു ഭാവി എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ AI എന്ന് പറയുന്ന പോലെ അന്നത്തെ ഭാവി എന്ന് പറഞ്ഞാൽ അവർ മുന്നേ കണ്ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നോക്കിയ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് എടുത്തിരുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്ലി ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അന്ന് GSM എന്ന ഇത് ഗ്ലോബൽ സിസ്റ്റം ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന GSM, ഇപ്പോൾ നമ്മൾ 3G 2G 5G 4G ഇതെല്ലാം ഈ GSMൻ്റെ ഇതിനകത്ത് വരുന്നതാണ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. അപ്പം എനിക്ക് തോന്നുന്നു, എനിക്ക് ആ പഴയ മൊബൈൽ ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി പോലെ നമ്മൾ മോഹൻലാലിൻ്റെ സിനിമയൊക്കെ നോക്കി ഇങ്ങനെ വലിച്ചൊരു കോർഡ്ലെസ് ഫോൺ പോലെ വലിച്ചെടുക്കുന്നതായിട്ട് മൊബൈൽ ഫോണായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നില്ല. ഇത് കൂടുതലും നെറ്റ്വർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ. കാരണം അന്ന് ഒത്തിരി നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ വലിയ വള്ളികളും വയറുകളും ഒക്കെ ആയിട്ടുള്ള മൊബൈൽ ഫോണുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള മൊബൈൽ ഫോണുകളിൽ നിന്ന് മാറി ഈ GSM എന്ന ഈ ടെക്നോളജീനെ അഡാപ്റ്റ് ചെയ്യുകയും അതിനെ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തത് നോക്കിയാണ്. അങ്ങനത്തെ മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കി 3310 എന്ന ആ ഒരു മൊബൈൽ ബ്രിക്ക് ഫോൺ എന്ന് നമ്മൾ വിളിച്ചെന്ന് കളിയാക്കുന്ന ആ മൊബൈൽ ഫോൺ റെവല്യൂഷനൈസ്ഡ് മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന് വെച്ചാൽ ആ ഒരു കൺസെപ്റ്റ് റെവല്യൂഷനൈസ് ചെയ്തു അത്. അപ്പം ആൾക്ക് യൂസർ ഫ്രണ്ട്ലി പ്ലസ് നെറ്റ്വർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ നോക്കിയ സ്റ്റാർട്ട് ചെയ്തു. 3310 വാസ് എ ഹ്യൂജ് ഹിറ്റ്. അതൊരു ലേറ്റ് 90s ഇത് വരുന്നത്. 3310 ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1100 എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കപ്പെട്ട മൊബൈൽ ഫോണുകളിലൊന്നാണത്. അതിൻ്റെ പിന്നെ 1108 ഇറങ്ങി. അങ്ങനെ ഒത്തിരി അതിൻ്റെ ആ ഒരു വേർഷൻ, ആ ഒരു ടെക്നോളജീനെ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരി മൊബൈൽ ഫോണുകൾ ഇറങ്ങി. അതെല്ലാം ഹിറ്റായി. ലേറ്റ് 1990s നമ്മുടെ ടോട്ടൽ മൊബൈൽ ഫോൺ മാർക്കറ്റിൻ്റെ 30% നോക്കിയുടെ ഏകദേശം $10 ബില്യൺ ഒരു മാർക്കറ്റായിരുന്നു, ബിസിനസ് അവരുടെ ഉണ്ടായിരുന്നു. അത് എന്തൊരു വലിയൊരു കമ്പനി ആയിരിക്കില്ലേ അന്ന്. പക്ഷേ പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലത്ത് ടെക്നോളജി ഫോൺ എന്ന് പറഞ്ഞ സംഭവം തുടങ്ങുന്നതിന് കാലഘട്ടത്തിൽ അത്രയും മാർക്കറ്റ് ഷെയർ വെച്ച് ഒരു ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്ത് അത് കയ്യേറിയിരിക്കുന്ന ഒരു ടീമല്ലായിരുന്നു. അതെ, അവരുടെ വിഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ രീതിയിൽ തന്നെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കി കൊണ്ടുപോകും നടക്കായിരുന്നു. പക്ഷെ അവർക്കതല്ല, അതിനെ ചെറുതാക്കി ഏറ്റവും ചെറുതാക്കി ഇത്രയുള്ള 1100 വെക്കുമ്പം ഇറ്റ് വാസ് ഇമ്മെൻസ്. അവരുടെ വിഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആ കമ്പനി വെച്ചാൽ നമ്മളൊരു മലയുടെ മുകളിൽ പോയി കയറുക എന്ന് വെച്ചാൽ താഴത്തോട്ട് എടുത്തിയാടുന്നൊരവസ്ഥയിൽ ആണ് കമ്പനി. 10 വർഷം കൊണ്ട് ആ കമ്പനിയുടെ ഷെയർ ലെസ് ദാൻ 5% ആയി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോൾ ലിജിന പറഞ്ഞപ്പോൾ ഞാൻ എവിടെ കണ്ടതായിരുന്നു വെച്ചാൽ നോക്കിയ ദ മാട്രിക്സ് എന്ന് പറഞ്ഞ മൂവിയിൽ അന്നത്തെ ടെക്നോളജി, അന്നത്തെ ഒരു സ്കൈഫൈ മൂവിയിൽ അവരുടെ ഒരു ഫ്ലിപ്പ് മൊബൈൽ ഉണ്ടല്ലോ, അതിലാണ് അവരെ മാർക്കറ്റ് സൈഡിൽ കൂടെ അവർ അങ്ങനെ മാർക്കറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അന്ന സംഭവം ഇല്ല. പക്ഷെ ഇവരിറക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു തുറന്നു വരുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. അതിന് ശേഷം അങ്ങനെയൊക്കെയാണ് അത് വളരെ പോപ്പുലർ ആയി പോയത്. അതെ, അതൊക്കെ മാർക്കറ്റിങ്ങും അവരുടെ നല്ല ഇതായിരുന്നു. കാരണം അല്ലാണ്ട് ആൾക്കാരിലേക്ക് എത്തത്തില്ലല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് പണ്ട് ഞാൻ സ്കൂൾ കഴിഞ്ഞ് +2 ആ ഒരു സമയത്തൊക്കെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളി ഇല്ലാത്ത സമയത്ത് ഒളിച്ചിരുന്നിട്ട് ഇതിൽ പാമ്പ് ഇങ്ങനെ പിടിക്കുന്ന ഒരു സംഭവം കളി ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിരുന്നു. എത്രയോ ആ സമയത്ത് മറ്റേ വീഡിയോ ഗെയിം ഉണ്ടായിരുന്നു, പണ്ടത്തെ മറ്റേ സാധനം അതിന്റെ. അപ്പൊ അത് ചെറിയൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കി സന്തോഷമായി. അത് ടെക്സ്റ്റിങ്, അതുപോലെ ഈ സംഭവങ്ങളെല്ലാം ഒരു വെരി ടെക്സ്റ്റ് ചെയ്ത് മൊബൈൽ ഫോണിൽ മഴയില്ലായിരുന്നു. അതൊക്കെ ഒരു സന്തോഷം. നമ്മൾ ആ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ട് അത് നമ്മുടെ വെരി ക്ലോസ് ടു ഹാർട്ട് ആയിരുന്നു. ഇത് വായിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പം നമ്മൾ വായിക്കുന്ന ഏത് ആർട്ടിക്കിൾ എടുത്ത് നോക്കിയാലും അവർ പറയുന്ന കുറച്ച് കാരണങ്ങൾ കോമൺ ആയിട്ടുള്ളതുണ്ട്. ഒന്ന് പറയുന്നത് ഈ അഡാപ്റ്റേഷൻ ഓഫ് ടെക്നോളജിയാണ് ഫെയിലിയർ ആവാനായിട്ട് കാരണങ്ങളിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും വിഷൻ ഉണ്ടായിരുന്ന ഒരു കമ്പനി
1990s കഴിഞ്ഞിട്ട് അഡാപ്റ്റേഷൻ ഓഫ് ടെക്നോളജി നടന്നില്ല എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ് റോങ് അല്ലേ? അതെ അതെ. 2007 മറ്റാണ് ആപ്പിൾ ലോഞ്ച് ചെയ്യണത്. അതെ അതെ അതെ. അപ്പോൾ ആ ആപ്പിൾ വെരി ഇന്നോവേറ്റീവായിട്ട്, എനിക്ക് ഇന്നോവേറ്റീവായിട്ട് പുറത്തു പോകുന്നത് അവർ ആ ടച്ച് സ്ക്രീൻ ടെക്നോളജി ആയിരുന്നല്ലോ. അതെ അതെ. നോക്കിയ അതിലേക്ക് എത്താൻ വൈകിപ്പോയി. ടച്ച് സ്ക്രീനിലേക്ക് അവർ അവരറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ശരിക്കും നമുക്ക് അങ്ങനെ തോന്നും. അതെ. അവരുടെ ഞാൻ കുറെ അവരുടെ പഴയ പരസ്യങ്ങളൊക്കെ എടുത്ത് കണ്ടു നോക്കി. അപ്പോഴത്തേക്ക് ആ ഒരു കമ്പാരിസൺ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ കറക്റ്റ് വേർഡാ അവര് മറന്നുപോയി തോന്നുന്നു. ഇത് ഇറങ്ങി അവര് ആ മാർക്കറ്റ് ഷെയർ അവർ അത്രയും ക്യാപ്ചർ ചെയ്ത് നിൽക്കണതുകൊണ്ട് ചിലപ്പോൾ ഒരു വേറൊരു സിസ്റ്റം അങ്ങനെ ഗ്രോ ചെയ്യില്ല എന്നുള്ളതായിരിക്കാം അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന 2-3 കാര്യങ്ങൾ ഒന്ന് പറയുന്നത്, ഒന്ന് ഇവര് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യത്തില്ല, ആൾക്കാർക്ക് ഇത്രയും ബുദ്ധിയില്ല, ആൾക്കാർ അഡോപ്റ്റ് ചെയ്യത്തില്ല ഒരു വിശ്വസിച്ചു. 2 പൈസ ഭയങ്കര കൂടുതലായിരിക്കും എന്ന് വിശ്വസിച്ചു. ഇത് ചീപ്പാണല്ലോ. പക്ഷെ ആപ്പിളിന്റെ വിഷൻ അതിന്റെ 4 ഇരട്ടിയായിരുന്നു. അവര് അതിലേക്ക് ആപ്പിൾ സാംസങ് ആണെങ്കിലും വെൽ പണി പാളി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ചാടി പിടിച്ച ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് സിംബ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, ബട്ട് വെരി ബാഡ് ആയിരുന്നു. ഭയങ്കര ബാഡ് റിവ്യൂസ് ആയിരുന്നു. ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ലാതെ അത് ഭയങ്കരമായിട്ട് ക്രാഷ് ആവാൻ തുടങ്ങി. ഭയങ്കര വൈറസ് അറ്റാക്സ് ഒത്തിരി കൂടുതലായിരുന്നു അതിനകത്ത്. ഏറ്റവും കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി നോക്കിയാൽ തന്നെ 2 ടീമുകൾ, 2 ടെക്നിക്കൽ ടീംസ് 2 ടൈപ്പ് OSകൾ ഉണ്ടാക്കി. മീഗോ എന്ന് പറഞ്ഞിട്ട് ഒരു OSും സിംബ എന്ന് പറഞ്ഞിട്ട് ഇവർ 2 തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. അപ്പം ഇൻസൈഡ് ദ കമ്പനി ദർ വാസ് എ ലോട്ട് ഓഫ് പൊളിറ്റിക്സ് ഹാപ്പനിങ്. അതാണ് ഇത്രയും വലിയ വിഷനറി ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഇതിൽ പതനത്തിന് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ ആ മാനേജ്മെന്റ് ഫെയിലിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. അതിന് 2-3 കാരണങ്ങൾ പറയുന്നതിൽ ഒന്ന് അവരുടെ മാനേജ്മെന്റിന്റെ ഒരു ചേഞ്ചസ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഒരു വെരി ഹംബിൾ ബിഗിനിങ് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി വെരി ടോപ്പ് ഓഫ് ദ മാർക്കറ്റിലെത്തി. പിന്നെ ഒരു ഗ്രാജുവൽ അല്ല, ഒരു ശരിക്കും പറഞ്ഞ അടുത്ത് നമ്മള് മലയുടെ മുന്നിൽ നിന്ന് ചാടുന്ന. അതെനിക്ക് തോന്നുന്നത് ആ ഒരു മാനേജ്മെന്റ് ഫെയിലിയർ അതില്ലാതെ ഒരിക്കലും ഇത്ര ഉണ്ടാവില്ല. കാരണം ഇപ്പൊ നമ്മൾ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനീസും ഫെയിൽ ആവും. എല്ലാ കമ്പനീസിനും ഒരു ഡ്രിപ്പ് ഉണ്ട്, അപ്പം ഒരു ഡ്രോപ്പ് ഉണ്ട്. പക്ഷെ അതിനെ റെസിസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ മാനേജ്മെന്റ് ഇത്. പക്ഷേ അവിടെ സംഭവിച്ചില്ല. അപ്പം അവർ മെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം ഒരു സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് അഡാപ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയിക്ക് 2 മാനേജേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ മാനേജർ. എനിക്ക് ഹെൽത്തിലൊക്കെ കോമണാണ്. നമുക്കൊരു ഡിസിഷൻ കിട്ടണമെങ്കിൽ 2-3 പേരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഒരാൾക്ക് നമുക്ക് ക്ലാരിറ്റി കുറവായിരിക്കും. ഇത് അജിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ അവർ പറയുന്നത്. വെച്ചാൽ 2 പേര് പ്രഷർ ചെയ്യാണല്ലോ, അതൊക്കെ ആൾക്കാരെ കൂടുതൽ. പക്ഷേ അത് ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അതോടുകൂടി ആൾക്കാർക്ക് എന്തൂസിയാസം നഷ്ടപ്പെട്ടു, ഇതിനകത്ത് ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ അതൊരു മാനേജ്മെൻറ്റ് ഫെയിലിയർ ആയിരുന്നു. പിന്നെ ഏറ്റവും വലുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് ഫെയിലിയർ ആയിരുന്നു. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്പനീസും എന്താ പറയുക ഒരു സ്പെഷ്യൽ ഫോൺ, ഐഫോൺ അല്ലെങ്കിൽ എന്താ പറയുക ഗാലക്സി ന്യൂ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം ഇവരൊരു അംബ്രല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തുടർന്നുകൊണ്ടിരുന്നു. നോക്കിയ എന്ന് പറഞ്ഞ വലിയ ബ്രാൻഡിനെ അവർ ടെക്നോളജീനെ ഇത് ചെയ്യാൻ നോക്കി. അതൊരു ഫെയിലിയർ ആയിരുന്നു. ആൾക്കാർക്ക് അത്രയും അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ആൾക്കാരിലേക്ക് എത്തിയില്ല. ആ ചേഞ്ച് അവർക്ക് എത്തിയില്ല. അല്ല ഒരു മാർക്കറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ ആൾക്കാരിലേക്ക് എത്തിയില്ല. പിന്നെ അവരെന്താണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് ബേസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ടു പീപ്പിൾ എന്നുള്ളതാണല്ലോ, അത് നടന്നില്ല. ആ പഴയ സ്ട്രാറ്റജി ഇപ്പോൾ പിന്തുടർന്നുകൊണ്ട് ഉള്ളതായിരിക്കാം. പിന്നെ കോൺസ്റ്റന്റ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് 5 വർഷത്തിനുള്ള ആ ഏറ്റവും പാടായിട്ടുള്ള സമയത്ത് 5 വർഷത്തിൽ അവർക്ക് 2 CEO വന്നു. ആ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ചേഞ്ച് ആയിപ്പോയി. അവർ വിശ്വസിച്ച് വന്ന് പുതിയ CEO വരുമ്പോൾ പുതിയ സാധനം വരും. അപ്പോൾ ഇതേ സമയം തന്നെയാണ് കമ്പനി കൾച്ചർ ഒരു വലിയൊരു ഫാക്ടറാണ്. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പല ഇതിനകത്തും ഈ പേപ്പേഴ്സിലും നോട്ട് ചെയ്തേക്കുന്ന വേറൊരു കമ്പനി കൾച്ചർ ചേഞ്ചാണ് നമ്മുടെ മൈക്രോസോഫ്റ്റ്. നല്ല കൾച്ചർ അഡാപ്റ്റ് ചെയ്ത് കൾച്ചറിനെ മൊത്തം മാറ്റി. ഇപ്പം നോക്കിയ അതിനോട് ചെയ്തില്ല. നോക്കിയ പഴയ കൾച്ചറിനെ തന്നെ ചെയ്തു. അവർ വിശ്വസിച്ചുകൊണ്ടിരുന്ന മറ്റേ എനിക്കത് പഴയ കമ്പനീസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, മുകളിലുള്ള ബോർഡിനെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ഒരു ടോപ്പ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം ഫെയിലിയേഴ്സ് ഒക്കെ മറച്ചു വെച്ചിട്ട് ടോപ്പ് ബോർഡിന് പറഞ്ഞ് ഞങ്ങൾ സെറ്റപ്പാന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. താഴത്തെ ഒരു മിഡിൽ മാനേജ്മെന്റ് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അവരിതാ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഫെയിലിയേഴ്സ് അവരോടും പറയാൻ പറ്റത്തില്ല. ഓരോ ലെവൽ ഓഫ് മാനേജ്മെന്റ് അവരവരുടേതായിട്ടുള്ളൊരു
മാത്രമേ ഉള്ളൂ. ഒരു ടോട്ടൽ ലൈക്ക് ഒരു കമ്പനിയുടെ വിഷനോടും കമ്പനിയുടെ കൾച്ചറിനോടും ചേർന്ന് കമ്പനിക്ക് അങ്ങനെ വിഷൻ ഉണ്ടായില്ല തോന്നുന്നു. എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവരുടെ വാല്യൂസ് കാണാൻ നല്ലതാണ്, നല്ല നല്ല അക്കൗണ്ടബിലിറ്റി, നല്ലൊരു 4 വാല്യൂസ് അവർക്കുള്ളത്. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മൾ ആ കമ്പനിയുടെ കഥ വായിക്കുമ്പം നെവർ അബൈഡ് ടു ഇറ്റ്. അതൊരു ഇതായിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര ഇതായിട്ടുള്ളൊരു ഇതായിരുന്നു അവരുടെ ലാസ്റ്റ് നെയിൽ ഇൻ ദിയർ കോഫിൻ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിനോട് അവർ കൊളാബറേറ്റ് ചെയ്ത് 2014 അതിലൂടെ തീർന്നു. അതോടുകൂടി ക്രൂശിച്ച പോലെ 2014 ആകുമ്പോഴേക്കും ഏകദേശം ആപ്പിൾ ടേക്ക് ഓവർ ചെയ്തായിരുന്നു. പക്ഷേ ആപ്പിൾ, സാംസങ്, മോട്ടറോള ഒക്കെ അങ്ങനെ കുറെ ചെറിയ ചെറിയ ബ്രാൻഡുകളൊക്കെ ഒന്ന് കയറി വന്നിരുന്നു. പക്ഷേ ഇത് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എടുത്ത അവർ കൊളാബറേറ്റ് ചെയ്ത കമ്പനി മാറിപ്പോയി. സാംസങ് ആയിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടു വേണം. ഇപ്പം ആൻഡ്രോയിഡ് OS എടുത്തെങ്കിൽ അങ്ങനെ പല കമ്പനീസ്, എത്രയോ കമ്പനി, ഇപ്പം നമുക്ക് ഹുവായി ദൂരം കമ്പനീസ് ഉണ്ട് ഹിറ്റ് ആയതിൽ. ഇപ്പം ഗൂഗിളിൻ്റെ ആണെങ്കിലും ഒക്കെ മൈക്രോസോഫ്റ്റ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലയിൽ ഒരാളെ കൂടെ മൈക്രോസോഫ്റ്റ് കയറ്റി ഭാഗം കയറുന്ന പറഞ്ഞ് കയറി അവസാനം 2 കപ്പലും കൂടെ ഒരുമിച്ച് പോയി. അവസാനം മൈക്രോസോഫ്റ്റ് നോക്കിയയുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ ആ ഒരു സൈഡ് ടേക്ക് ഓവർ ചെയ്തു. ദേ ഹാഡ് നോ വേ ടു സർവൈവ്. അവരുടെ മാർക്കറ്റ് ഷെയർ ലെസ് ദാൻ 2%, 1%, 2% താഴെ പോയി. അതോടുകൂടി അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഇപ്പോ നോക്കിയ നിലവില് ഫോൺ വിൽക്കണില്ല അതുകൊണ്ടല്ലേ. പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ നോക്കിയയുടെ ഫോൺസ് ഉണ്ട്. പക്ഷേ അവരിപ്പോ വേറെ ഏരിയാസിൽ അവർ ഫോക്കസ് ചെയ്യണത്. എനിക്ക് അവരെ ഒത്തിരി മാർക്കറ്റിംഗിൽ ഒന്ന് ഫോക്കസ് ചെയ്യാതെ ജസ്റ്റ് ചില ഇപ്പോഴും നോക്കി ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോഴും ഒരു നോക്കി തന്നാൽ ഞാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് വെരി യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു. വെരി ഹാൻഡി ഫോൺ. ഇപ്പോഴും ആ ഫോണാണ് നാട് മൊത്തം. ഇപ്പം ടെക്നോളജി ഇല്ല, അതാ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സമയത്ത് നോക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 5G GSM 5G 2G 3G അതിനകത്ത് 5G 6G അങ്ങനെയൊക്കെയുള്ള പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെയൊക്കെ ടെക്നോളജിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് നോക്കിയ മാറി. ഓക്കെ, അപ്പോൾ അവർ അവരുടെ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജിന്ന് ഫോക്കസ് ചെയ്ത് മൊബൈൽ ഫോൺ തന്നെ, പക്ഷേ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ബാക്കി എല്ലാവർക്കും നെറ്റ്വർക്ക് പോലെയുള്ള ഏരിയാസിലേക്ക്. സീമെൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരുടെ മൊബൈൽ ഫോൺ പണ്ടുണ്ടായിരുന്നു, പക്ഷെ അവർ നോക്കിയിട്ട് അത്ര ഒന്നും വലുതല്ലായിരുന്നു എങ്കിലും. പക്ഷെ അവരിപ്പോൾ കൂടുതലും ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സും മറ്റേ ഇതേപോലെ ടെക്നോളജിയും അതൊക്കെയാണല്ലോ കൂടുതൽ അവർ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഞാൻ എനിക്ക് ഏറ്റവും ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു ഒരു കാര്യമുണ്ട് ഈ നോക്കിയുടെ സ്റ്റോറിയിൽ. ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു അവരുടെ ഒരു CEO സ്റ്റീഫൻ എലോ പുള്ളി പറഞ്ഞൊരു CEO പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വാക്ക്, we did nothing wrong but we still failed. Okay. പക്ഷേ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്തെല്ലാം ശരിയായിരുന്നു, പക്ഷെ സ്റ്റിൽ വി ഫെയിൽഡ്. അത് 2 രീതിയിൽ നമുക്ക് എടുക്കാം. അയ്യോ പാവം എന്നുള്ള രീതിയിൽ എടുക്കാം. എനിക്ക് ആദ്യം വന്ന ഫീലിംഗ് അതാണ്. പക്ഷേ ഞാൻ പിന്നെ ഇന്ന് ചിന്തിച്ചപ്പോൾ ആലോചിച്ചാണ്, ഇപ്പോഴും they still didn't know why. ഇപ്പോൾ if he had said ഞങ്ങളൊരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഫെയിൽ ചെയ്തത്, ഒരു അന്നത്തെ ഒരു മാർക്കറ്റിനോട് കോമ്പീറ്റ് ചെയ്യാത്തത് അവരെ അക്സെപ്റ്റ് ചെയ്യണില്ല. അപ്പം അവരുടെ ഒരു റിഫ്ലക്ഷൻ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം മാനേജ്മെന്റ് ഫെയിലിയർ തന്നെയായിരിക്കാം. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന അഡാപ്റ്റേഷൻ ഫെയിൽ ആയതുകൊണ്ടാണെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ പ്യൂർ മാനേജ്മെന്റ് ഫെയിലിയർ ആയിരിക്കും. അവർ എടുത്ത് അൺലക്കി എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ് മാനേജ്മെന്റോ അല്ലെ ഇപ്പോൾ ഒരു ടിം കുക്കിനെ പോലെ ഒരാളോ അല്ലെങ്കിൽ എ ക്ലാസ് എംപ്ലോയീസിനെ അവർ ലുക്ക് ഫോർ ചെയ്തില്ലായിരുന്നു. അവര് ആ ഒരു സ്ട്രക്ചർ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അതിൽ തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നിരിക്കാം. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു അപ്കമിങ് ഓൺട്രപ്രനേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ് ജേർണിയിൽ ട്രാവൽ ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവർക്ക് എനിക്ക് തോന്നുന്നൊരു ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉറപ്പായിട്ടും ആ ഫെയിലിയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ചേഞ്ച് മാർക്കറ്റിൽ വരുമ്പം അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ കടിച്ചു പിടിച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും ചെയ്യരുതാത്തൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതെ, പിന്നെ ആ ഒരു വിഷൻ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമുക്കത് ഇതിൽ നിന്ന് തന്നെ ആ സ്റ്റോറിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ ഒരു വിഷൻ റൈറ്റ് ആയിരുന്നോ എന്നുള്ളത്, അല്ലെങ്കിൽ മുൻകൂട്ടി കാണാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലായ്മ ആയിരിക്കാം. അതിപ്പോൾ ബിൽ ഗേറ്റ്സിനെ പോലുള്ള വലിയ ആൾക്കാർ അവർക്ക് എവിടെ എത്തിച്ചേരണമെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ എൻവിഡിയുടെയും മറ്റേ അങ്ങനെയുള്ള വലിയ കമ്പനീസിന്റെ ഇപ്പോൾ സക്സസ്ഫുൾ ആപ്പിൾ ആണെങ്കിലും ഏതാണെങ്കിലും ഇലോൺ മസ്ക് ആണ്, ആപ്പിൾ സ്റ്റീവ് ജോബ്സിന്റെ ഒരു സ്റ്റോറി പുള്ളി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കവറിൽ
ഐപാഡ് കൊണ്ടു നടക്കുക എന്നുള്ളത് പുള്ളി അന്നേ കണ്ടായിരുന്നു സംഭവം. 1990s പുള്ളി പറഞ്ഞത് കമ്പ്യൂട്ടർ ഒരു ബുക്കിന്റെ ഫോമിലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പുള്ളിയുടെ now ഡ്രീം. it's this big, it will turn into where you can put it in They an made it അല്ലേ, that's vision. അതാണ്. പക്ഷെ അവിടെ തീർന്നു പോയി. വളർന്നു വരുന്നത് നോക്കിയാണ്, ആപ്പിളല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതിൽ നോക്കിയ സ്റ്റിൽ ബിലീവ് ദാറ്റ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം നമ്മളൊരു ഇപ്പോഴത്തെ ഒരു ബിഗ് ഫോണുകൾ മാറ്റിയിട്ട് ആൾക്കാർ ദേ വിൽ ഗോ ബാക്ക് ടു ദ ഓൾഡ് ബ്രിക്ക് ഫോണിലേക്ക്. അങ്ങനെ ഒരു സംഭവം കണ്ടായിരുന്നു. എനിവേ, ഇപ്പം നിങ്ങളൊരു ഓൺടർപ്രണർ ആണ് എന്നിട്ട് നമുക്കിപ്പോൾ AI ഒക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിനോട് റെസിസ്റ്റ് ചെയ്യാതെ ലേൺ അബൌട്ട് ഇറ്റ്. ചിലപ്പോൾ നിങ്ങളുടെ സാധനം അല്ലായിരിക്കും AI. ഇപ്പം ഹെൽത്ത് കെയറിലൊക്കെ AI വരുന്നേ ഉള്ളൂ, അതിൻ്റെ ഒരു മേജർ പാർട്ട് വരുന്നേ ഉള്ളൂ. പക്ഷേ ലേൺ അബൌട്ട് ഇറ്റ്, സീ ഹൗ യു ക്യാൻ പോസിറ്റീവ്ലി യൂസ് ഇറ്റ്. എന്നിട്ട് അതിൻ്റെ പല യൂസുകളും പല ട്രയലുകളും ചെയ്തിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം കീപ്പ് ഇറ്റ് അസൈഡ്. ബട്ട് ഒരിക്കലും അതിനെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു വിഷനിൽ നിന്ന് എടുത്ത് കളയരുത്. അതിങ്ങനെ എപ്പോഴും സൈഡിലുണ്ടാവണം. അത് എപ്പോഴാണ് അത് വേണ്ടി വരിക എന്ന് പറയില്ല. എവറിത്തിങ് ക്യാൻ ബി യൂസ്ഡ് എന്ന് ആരോ പറഞ്ഞ പോലെ, ഇഫ് യു ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഐ തിങ്ക് ദാറ്റ്സ് അല്ലേ ശ്യാമേ. അതെ, പിന്നെ ഇത്തരം കമ്പനികളെ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലേ. നമ്മൾ തന്നെ 2 ദിവസം അതിൽ ഒത്തിരി റിസർച്ച് ചെയ്തപ്പോൾ വി ലേൺഡ് എ ലോട്ട്. എങ്ങനെ ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം അല്ലേ. ഇപ്പോൾ അലിജിൻ പറഞ്ഞ ഒരു മെട്രിക്സ് മാനേജ്മെന്റ് ഡസൻ വർക്ക്. ഇന്നത്തെ ഒരു വെരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്കൊരു മൾട്ടിപ്പിൾ ഡിസിഷൻ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ നടക്കാൻ അത് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ബിലീവ് ഇൻ യുവർ എബിലിറ്റീസ് ഓഫ് യുവർ എംപ്ലോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. അല്ലാതെ അവരെ ഒത്തിരി മാനേജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കാലം കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ റൈറ്റ് ഹയറിംഗ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ you will always get the right person. You will get the right person, and then you don't have to go behind them. That's true. Anyway, so that was lovely. Very pumped ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്. നോക്കിയയുടെ ഒരു ട്യൂൺ ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ ഫോണിൽ അത് കോള് വരുമ്പോൾ ആപ്പിളിന്റെ സിമിലർ ആയിട്ടുള്ള സംതിങ് എന്തുകൊണ്ട് ആലാ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഗായ്സ്. അപ്പോൾ അടുത്ത ഓൺട്രപ്രണർ, അടുത്ത ബിസിനസ് ആയിട്ട് നമ്മൾ ഈ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ അടുത്ത സീരീസ് ബുക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, ഏതെങ്കിലും ബുക്ക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know. ഞങ്ങൾ വെരി ഹാപ്പി ടു റീഡ്. അത് ഞങ്ങൾ ഫോഴ്സ് ചെയ്യുകയും ചെയ്യില്ല റീഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. സീ യു ലേറ്റർ. Thank you.